അങ്ങനെ UK പോയി US പോയി. UK ഡിപ്പെൻഡന്റ് വിസ റെസ്ട്രിക്ഷൻ, US പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റീസ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വിസ റിജക്ഷൻ റേറ്റ് കൂടി വരുന്ന ഈ ടൈമിലാണ് നമ്മൾ ഓസ്ട്രേലിയനെ കുറിച്ച് കേട്ടത്, സ്പെസിഫിക്കലി മെൽബോൺ. സ്റ്റുഡൻറ് വിസ പ്രോസസ്സൊക്കെ ട്രാൻസ്പെറൻറ്റും 100% പ്രെഡിക്റ്റബിളും ആയതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതുകൊണ്ട് വിചാരിച്ചതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെ ഷുവർ ആയിട്ട് നടന്നിരിക്കും. ഡിഗ്രി കഴിഞ്ഞാലും 2 to 4 years അവിടെ സ്റ്റേ ചെയ്ത് ലീഗലി വർക്കും ചെയ്യാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലാട്രോബ് ആണ് ഇനി നമ്മുടെ എൻട്രി പോയിന്റ്. ലാട്രോബ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിലോ മെൽബോണിൽ ഓസ്ട്രേലിയയുടെ AI ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വിത്ത് NVIDIA മൈക്രോസോഫ്റ്റ് പാർട്ട്ണർഷിപ്സ്, ഒരുപാട് സ്കോളർഷിപ്സ് പ്രോഗ്രാംസ് വിത്ത് എ സ്ട്രോങ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഇനി ഇതിനേക്കാൾ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തപ്പിപ്പിടിക്കാനില്ല. ആസ് എ ന്യൂ പാരന്റ് വി ഡോണ്ട് ജസ്റ്റ് തിങ്ക് about studies alone anymore. We need safety, stability and a future for our baby. And right now Australia feels like that place. ഞങ്ങളെ പോലെ നിങ്ങൾ ആരെങ്കിലും പ്ലാനിംഗ് സ്റ്റേജിലാണെങ്കിലോ, come and Australia. Let's figure it out together.